ന്യൂസ് മിനിറ്റിലെ മാധ്യമപ്രവർത്തകൻ നിതീഷാണ്. നിതീഷ് എം കെ. നിതീഷ്, ഗുഡ് ഈവനിങ്. ഈ വിഷയത്തിൽ വളരെ ഷോക്കിംഗ് ആയ ഒരു, കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ഷോക്കിംഗ് ആയ ഒരു വിവരമാണ് നിങ്ങളിന്ന് ഈ പറഞ്ഞ പവർ ട്രിപ്പ് എന്ന പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്ററിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് വന്ന ബോധ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ആദ്യം ചോദിക്കാനുള്ളത്. നിതീഷ്, ഞാൻ ആദ്യം ഈ പവർ ട്രിപ്പിന്റെ ഒരു ജനത പറയും. ഞങ്ങള് പവർ ട്രിപ്പ് തുടങ്ങുന്നത് വിദേശത്തൊക്കെ ഉള്ള ഒരു മോഡൽ ഫോളോ ചെയ്തിട്ടാണ്. അതായത് രാഷ്ട്രീയം ഗൗരവമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നിശ്ചയമായിട്ടും അറിയേണ്ട പുറത്തു വരാത്ത വാർത്തകൾ മാത്രം എഴുതുന്ന ഒരു ന്യൂസ് ലെറ്ററാണത്. എല്ലാ ആഴ്ചയും ഒരിക്കലാണത് വരുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ പാർലമെന്റിലെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായിട്ട് ഈ പറയുന്ന കേരളം ആണ് ഈ ദുരന്തത്തിന് കാരണം എന്ന രീതിയിൽ പല കോണുകളിൽ നിന്നും വിമർശനം വരുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞ 3 വ്യക്തികൾ ഇത് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ വാർത്ത കൊടുത്തത്. 3 വ്യക്തികൾ അത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോട് പറഞ്ഞത് PIB അവരെ കോണ്ടാക്ട് ചെയ്യട്ടെ. അതായത് 3 വ്യക്തികളെ നിങ്ങൾ ഈ പവർ ട്രിപ്പ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്ററിലൂടെ വെളിപ്പെടുത്തുന്നത് പോലെ വളരെ ഷോക്കിംഗ് ആയ ഒരു വെളിപ്പെടുത്തലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആകാം, അതുപോലെ തന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ഈ 2 സംവിധാനങ്ങളിലൂടെ ബന്ധപ്പെട്ടു കേരളത്തിനെതിരെ എഴുതണം, കേരളത്തിലെ സർക്കാരിനെതിരെ എഴുതണം എന്ന നിലയിൽ പലരെയും ബന്ധപ്പെട്ടു. അത് 3 വ്യക്തികൾ അത് നിങ്ങളോട് സ്ഥിരീകരിച്ചു, അങ്ങനെ ഒരു കോൾ വന്നിരുന്നു എന്ന് സ്ഥിരീകരിച്ചു എന്നാണോ നിതീഷ്? അതെ, അത് ഇത്രയും ഗുരുതരമായ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ കൺഫർമേഷൻ വേണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്തത്. അപ്പം പ്രധാനമായും സയന്റിസ്റ്റുകളെയും റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെയും ജേർണലിസ്റ്റുകൾക്കുമാണ് ഈ കോള് വന്നിട്ടുള്ളത്. അതിൽ 3 പേരാണ് ഞങ്ങളടുത്ത് കൺഫേം ചെയ്തിട്ടുള്ളത് അവർക്ക് കോള് വന്നെന്നുള്ളത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഭാഗത്തു നിന്നാണ് കോള് പോയിട്ടുള്ളത്. കോൾ മാത്രമല്ല, സ്പെസിഫിക് ആയിട്ട് കേരളത്തിലെ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി ലാപ്സസും മൈനിങ്ങിന്റെ മുകളിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അലംഭാവവും ആണ് ഇതിന് കാരണം എന്ന് എഴുതണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഒരു വേർഡ് ഡോക്യുമെന്റ്, ഒരു ഡോസിയർ പോലെ അതും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആൾക്കാർക്ക്. അപ്പൊ ആ വേർഡ് ഡോക്യുമെന്റിലുള്ളത് പഴയ കുറെ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇപ്പൊ ന്യൂസ് മിനിറ്റ് ഉൾപ്പെടെ 2019 നിങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയും പബ്ലിഷ് ചെയ്ത വാർത്തയും ഈ വിധം പുതിയ സാഹചര്യത്തിൽ എഴുതി പിടിപ്പിക്കാൻ വേണ്ടി സഹായകരമാകട്ടെ എന്ന നിലയിൽ പഴയ വാർത്തകൾ കൂടി ഈ വേർഡ് ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അതെ, ഓരോ വാർത്തയും അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണല്ലോ നമ്മൾ കാണേണ്ടത്. ഇപ്പൊ 2019 പബ്ലിഷ് ചെയ്തൊരു വാർത്ത, അതിനൊപ്പം മറ്റു പല വാർത്തകൾ, അതെല്ലാം ഈ കോറിങ്ങുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം കേരള സർക്കാർ കോറിങ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നു, അതിന്റെ ഇമ്പാക്ട് അസസ്മെന്റ് നടത്താതെ ഹൈ നമ്പർ ഓഫ് അൺപെർമിറ്റഡ് കോറീസ് കേരളത്തിലുണ്ട്. ഈ ലാൻഡ് സ്ലൈഡും കോറിയും തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അസോസിയേഷനും ഉണ്ട്. ഇത്തരം പോയിന്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഈ വേർഡ് ഡോക്യുമെന്റ് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റുന്നത്, ഇതിൽ 2 പേര് ഞങ്ങളെടുത്ത് അവർ കൊടുത്ത റിപ്ലൈ പറഞ്ഞു. അതായത് ഒരാൾ പറഞ്ഞത് നിങ്ങൾക്ക് അത്രയും ഇറഫ്യൂട്ടബിൾ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് തന്നെ ഇത് പബ്ലിഷ് ചെയ്യണമെന്നാണ് അദ്ദേഹം കൊടുത്ത റിപ്ലൈ. മറ്റൊരാള് അതല്ലാതെ ഒരു നിഴൽ യുദ്ധമല്ല, ഞാൻ നിങ്ങളുടെ തന്നെ ആർട്ടിക്കിളിനെയാണ് ആധാരമാക്കി നിതീഷ് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു ഷാഡോ വാർ എന്നാണ് ഈ പറഞ്ഞ പവർ ട്രിപ്പിൽ ന്യൂസ് മിനിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തി തിരിച്ച് ഈ കോള് ചെയ്ത ആളുകളോട് അല്ലെങ്കിൽ ദേശീയ സർക്കാരിനോട് പറയുന്നത്, നിങ്ങളൊരു നിഴൽ യുദ്ധമല്ല നടത്തേണ്ടത്, അല്ലാതെ ഈ ഇൻഫർമേഷൻസ് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നേരത്തെ നിതീഷ് പറഞ്ഞ പോലെ നിങ്ങൾക്കങ്ങനെ ആധികാരികമാണ്, ഉറപ്പുണ്ട് എന്ന് തോന്നുന്ന വിവരങ്ങൾ അക്കാര്യങ്ങളിലുണ്ട് എങ്കിൽ അത് പ്രസിദ്ധപ്പെടുത്താനാണ് തയ്യാറാകേണ്ടത്, അത് റിലീസ് ചെയ്യാനാണ് തയ്യാറാകേണ്ടത് എന്ന ഒരു മറുപടിയാണ് ഇതിൽ ഈ വിധത്തിൽ ഈ കേന്ദ്രങ്ങൾ ആഗ്രഹിച്ച എഴുതണം, കേരളത്തിനെതിരെ എഴുതണം എന്ന് ആഗ്രഹിച്ച് സമീപിച്ച ഒരു വ്യക്തി കൊടുത്ത മറുപടി എന്നല്ലേ നിതീഷ്? അതെ, അത് ഒരാൾ കൊടുത്ത മറുപടി അങ്ങനെയാണ്. അങ്ങനെ സ്പെസിഫിക്കും അങ്ങനെ ഇറഫ്യൂട്ടബിളും ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്യണം, ഇങ്ങനെ നിഴൽയുദ്ധം നടത്തുകയല്ല വേണ്ടത്, ഇൻഫർമേഷൻ പ്ലാൻ ചെയ്യല്ല വേണ്ടതെന്ന്. വേറൊരാൾ കൊടുത്ത മറുപടി ഈ പറയുന്ന കോറിങ് ആണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത്, അതിന്റെ ഒരു ഇൻസിസ്റ്റൻസ് അതൊരു സയന്റിഫിക് ബേസിസിലുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഒരുവിധം സയന്റിസ്റ്റുകളെല്ലാം ഇത്തരം ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു ഓപ്പർട്ടീസ് എഴുതാൻ മടിക്കും എന്നാണ് അദ്ദേഹം റിപ്ലൈ കൊടുത്തത്. അതിന് പിന്നാലെയാണ് ഞങ്ങൾ ഈ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻവയോൺമെന്റ് മിനിസ്റ്റർ ഇന്നലെ ഈ ഭൂപേന്ദ്ര യാദവ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് PTIക്ക്. കേരളത്തിലെ ഇല്ലീഗൽ കോറിംഗ് ആണ് ഈ വയനാട് ലാൻഡ് സ്ലൈഡിന്റെ പ്രധാനമായിട്ട്